ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു തസ്നീസ് വേൾഡ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള പപ്പടം കൊണ്ടുള്ള ഒരു വിഭവമായിട്ടാണ്. അപ്പോൾ നമ്മൾ ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് മടി പിടിച്ചിരിക്കുന്ന ദിവസമൊക്കെ ഉണ്ടാവില്ലേ, രാവിലെ എണീക്കുമ്പോൾ വല്ലാതെ ഉഷാറൊന്നും ഇല്ലാതെ നമുക്ക് കൂടുതലൊന്നും കുക്കിംഗ് ചെയ്യാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത ദിവസങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് ചോറും കറി, ഉപ്പേരി, അതേപോലെ ഫിഷ് ഫ്രൈ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ മടിച്ചിരിക്കുന്ന ദിവസം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ചോറ് വെച്ചതിന് ശേഷം ഈ ഒരു ഒറ്റ വിഭവം ഉണ്ടാക്കിയാൽ നമുക്ക് അടിപൊളിയായിട്ട് ചോറുണ്ടാൻ കഴിയും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇതൊരു 3 പപ്പടം എടുത്തിട്ടുണ്ട്. നമ്മൾ പപ്പടം പൊരിച്ചെടുത്ത് വെച്ച പപ്പടമാണിത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളിയാണ് ആവശ്യമായിട്ടുള്ളത്. ഒരു 6 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 4 വറ്റൽമുളകും കൂടെ എടുത്ത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണിത്. അതിനുശേഷം ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഈ ഒരു ഉള്ളിയും അതുപോലെ ചുമന്ന മുളകും ചതച്ചെടുത്തത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ചെറിയുള്ളി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്താലും മതി. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ വറ്റൽമുളകോ ഇല്ലെങ്കിൽ നമുക്ക് പച്ചമുളകോ അല്ലെങ്കിൽ മുളക് പൊടിയോ ഒക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഏകദേശം ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പപ്പടം നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ പപ്പടം ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇത്ര പണിയുള്ളൂ നമുക്ക് ഈ ഒരു വിഭവം ഉണ്ടാക്കാനായിട്ട്. അതുപോലെ നല്ല ടേസ്റ്റാണ് ഈ വിഭവം കഴിക്കാനായിട്ടും. നമുക്ക് ചോറിൻ്റെ കൂടെ വേറൊരു കൂട്ടാനില്ലെങ്കിലും ഇത് മാത്രം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇഷ്ടം പോലെ ചോറ് കഴിക്കും. അപ്പോൾ അത്ര അടിപൊളിയായിട്ടുള്ളൊരു വിഭവമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. അതുപോലെ കൂടുതൽ ഇൻഗ്രീഡിയൻസോ അതുപോലെ കൂടുതൽ പണിയൊന്നുമില്ല, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങളിതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയ അടിപൊളിയായിട്ടുള്ള ഒരു വിഭവമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.